ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് BSNL സിമ്മിന്റെ ഇന്റർനെറ്റ് സ്പീഡും അതുപോലെ തന്നെ ജിയോ സിമ്മിന്റെ ഇന്റർനെറ്റ് സ്പീഡും. ഇവിടെ റീചാർജ് ചെയ്തിട്ടുള്ളത് BSNL സിമ്മ് ഞാൻ 250 രൂപയ്ക്ക് റീചാർജ് ചെയ്തു. അത് 90 ദിവസം 2 GB പെർ ഡേ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ജിയോ സിമ്മ് ഞാൻ റീചാർജ് ചെയ്തിട്ടുള്ളത് 351 രൂപയ്ക്കാണ്. അത് വെറും 28 ദിവസമാണ് തരുന്നത്. 5G ആണ്. 2 GB പെർ ഡേ ആണെങ്കിൽ കൂടി 5G സിം ആയതുകൊണ്ട് അൺലിമിറ്റഡ് ജിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വില ഭയങ്കര വ്യത്യാസമുണ്ട്. 351 250 28 ദിവസമാണ് ജിയോ തരുന്നുള്ളൂ. പക്ഷേ BSNL 90 ദിവസം തരുന്നുണ്ട്. സോ എങ്ങനെ നോക്കിയാലും വിലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ BSNL ആണ് ലാഭം. പക്ഷെ ഇന്റർനെറ്റ് സ്പീഡിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് BSNL സിമ്മിന്റെ ഇന്റർനെറ്റ് സ്പീഡ് നോക്കാം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെമ്പൂക്കാവ് ഭാഗത്താണ്. സോ ഗൂഗിളിൽ നമുക്ക് ഇന്റർനെറ്റ് സ്പീഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ റൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്പീഡ് അറിയാൻ സാധിക്കും. ഇപ്പൊ എനിക്ക് BSNL കിട്ടിക്കൊണ്ടിരിക്കുന്നത് 4G ആണ്. ഇതിൽ ഡൗൺലോഡ് സ്പീഡ് അതുപോലെ അപ്ലോഡ് സ്പീഡ് കാണിക്കുന്നതായിരിക്കും. ഡൗൺലോഡ് സ്പീഡ് നമ്മൾ ഏകദേശം നോക്കുന്ന സമയത്ത് 3 MB പെർ സെക്കൻഡ് ഓൺ ആൻ ആവറേജ് കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും, 3.32. ഇനി അപ്ലോഡ് സ്പീഡ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 6 MB പെർ സെക്കൻഡ് കിട്ടുന്നുണ്ട്. സോ ഇതൊരു മോശമില്ലാത്ത സ്പീഡാണ്. നമുക്കൊരു യൂട്യൂബ് കാണാനായാലും അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് റീൽസ് കാണാനാണെങ്കിലും സ്പീഡ് അത്യാവശ്യം ഓക്കെയാണ്. ഇനി നമുക്ക് ഈ സിമ്മ് മാറ്റിയിട്ട് ജിയോയുടെ സിമ്മ് ഞാൻ ഇട്ട് നോക്കാം. ആ ജിയോയുടെ സ്പീഡ് ലിമിറ്റ് അല്ലെങ്കിൽ സ്പീഡ് എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ബ്രൗസറിൽ ഇന്റർനെറ്റ് സ്പീഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ജിയോയുടെ ഇന്റർനെറ്റ് സ്പീഡാണ് റൈറ്റ് നൗ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഡൗൺലോഡ് സ്പീഡ് ഇപ്പൊ തന്നെ അത് ഏകദേശം 100 MB പെർ സെക്കൻഡ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആവറേജ് നമുക്ക് എത്ര കിട്ടുമെന്ന് ജസ്റ്റ് നോക്കാം. ഡൗൺലോഡ് സ്പീഡ് ഇവിടെ ആവറേജ് ഏകദേശം കാണിക്കാൻ പോകുന്നത് 87.6 ആണ്. സോ BSNL കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആണ് ജിയോ സ്പീഡ് വെച്ചിട്ട്. ഇനി അപ്ലോഡ് സ്പീഡ് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി BSNL കുറവാണ്. 3.12 MB പെർ സെക്കൻഡ് ആണ് അപ്ലോഡ് സ്പീഡ് കാണിക്കുന്നത്. സോ ഇതാണ് സ്പീഡ് തമ്മിലുള്ള കമ്പാരിസൺ. ജിയോ അതുപോലെ എയർടെല് ഈ ഇടയ്ക്കായിട്ട് അതിൻ്റെ റേറ്റ് കൂട്ടുകയുണ്ടായി. സോ നിങ്ങൾ BSNL പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ 4G അറ്റ്ലീസ്റ്റ് 4G സപ്പോർട്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആണോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം. റൈറ്റ് നൗ നമ്മൾ BSNL സിം യൂസ് ചെയ്തിട്ടുള്ള ഇന്റർനെറ്റ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് നോക്കുകയാണ്. അത്യാവശ്യം സ്പീഡ് ഇതിൽ കിട്ടുന്നുണ്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് BSNLന്റെ ഇന്റർനെറ്റ് സ്പീഡ് ഉപയോഗിച്ചിട്ട് യൂട്യൂബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. യൂട്യൂബിൽ ഞാൻ ജസ്റ്റ് ഒരു മലയാളം സോങ് സെലക്ട് ചെയ്തു. റൈറ്റ് നോ അത് 240p റെസൊല്യൂഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ ഇൻക്രീസ് ചെയ്ത് 720p ആക്കി വിത്തൗട്ട് ബഫറിങ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ 1080p കൺവേർട്ട് ചെയ്തു. എന്നാലും ഒരു ബഫറിങ് കൂടാതെ ഇത് വർക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. ഇനി ടോപ്പ് ക്വാളിറ്റി ആയിട്ട് 1440p ഞാൻ കൺവേർട്ട് ചെയ്തു. അവിടെ ഒരു ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. സോ ബട്ട് അതിനുശേഷം അത് കറക്റ്റായിട്ട് പ്ലേ ചെയ്യുന്നത് കണ്ടു. സോ നമുക്ക് BSNL നമുക്ക് നോർമലി ഹൈ റെസൊല്യൂഷനിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും.